നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC റാങ്ക് ഹോൾഡേഴ്സ് പിന്തുടരുന്ന രഹസ്യ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അടക്കമുള്ള സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു രീതിയിൽ ഞാൻ ഫോളോ ചെയ്ത ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ടൈം ടേബിളിന്റെ PDF നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ എസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മണിക്കൂറുകളോളം പുസ്തകം തുറന്നിട്ടും ഒന്നും നിങ്ങളുടെ തലയിൽ കയറുന്നില്ലേ? സിലബസ് തീരുന്നില്ല എന്ന പേടി നിങ്ങൾക്കുണ്ടോ? ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ പരീക്ഷ എഴുതുന്നത്. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ എഴുതുന്ന ഒരു പരീക്ഷയില് എങ്ങനെയാണ് കുറച്ചു പേർ മാത്രം മുൻനിരയിൽ എത്തുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് എന്താണ് അവരുടെ പ്രത്യേകത? അവർ എന്തുകൊണ്ടായിരിക്കും മുൻനിരയിൽ? ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാർ തുടരെ റാങ്ക് ലിസ്റ്റുകളിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുള്ളത് കൊണ്ടാണോ? അല്ല, അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എന്റെ അനുഭവത്തിൽ നിന്നും വിജയികളായ മറ്റ് റാങ്ക് ഹോൾഡേഴ്സിന്റെ രീതികളിൽ നിന്നും രൂപപ്പെടുത്തിയ ഒരു സീക്രട്ട് ടൈം ടേബിൾ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഒരു ടൈം ടേബിളിന്റെ ആവശ്യം ഉണ്ടോ? സിലബസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ? വെറുതെ എടുത്ത് സിലബസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ പോരെ? ഒരു ടൈം ടേബിളിന്റെ ആവശ്യമുണ്ടോ? ടൈം ടേബിളിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പലരും ചെയ്യുന്നൊരു തെറ്റ് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പഠിക്കുക എന്നതാണ്. ഇന്ന് ഹിസ്റ്ററി പഠിച്ചാൽ നാളെ ചിലപ്പോൾ ഒന്നും പഠിക്കത്തില്ല. എന്നാൽ റാങ്ക് ഹോൾഡേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലൂടെ 100-ൽ പരം ഉദ്യോഗാർത്ഥികളെ കാണുന്ന എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, പഠിക്കുന്ന സമയത്തേക്കാൾ പ്രധാനം നിങ്ങളെ എങ്ങനെ ആ സമയം ഉപയോഗിക്കുന്നു എന്നതാണ്. പഠിക്കുന്ന സമയത്തേക്കാൾ പ്രധാനം നിങ്ങൾ എങ്ങനെ ആ സമയം ഉപയോഗിക്കുന്നു എന്നതാണ്. അവിടെയാണ് ടൈം ടേബിളിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ടൈം ടേബിളിലേക്ക് പോയാലോ? ടൈം ടേബിളിന്റെ ഘടന ഇങ്ങനെയാണ്. റാങ്ക് ഹോൾഡേഴ്സ് രാവിലെ പഠിക്കാൻ തുടങ്ങിയിരിക്കും. 5:30 മുതൽ 7:30 വരെയുള്ള സമയം അവർ ഗോൾഡൻ അവർ ആക്കി മാറ്റി. ഏറ്റവും ഫ്രഷ് ആയ സമയമല്ലേ? അപ്പൊ ആ സമയം കറണ്ട് അഫയേഴ്സിനും സ്റ്റാറ്റിക് GKയും പഠിക്കാൻ അവർ മാറ്റിവെക്കും. അപ്പൊ തലേ ദിവസം പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ടല്ലോ, തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് പഠിച്ചു വെച്ച കാര്യങ്ങളില്ലേ, ഒന്ന് വേഗത്തിൽ നോക്കാനും ഈ സമയം പറ്റിയ സമയമാണ്. നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഈ 5:30 മുതൽ 7:30 വരെയുള്ള സമയം. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കാം, GK പഠിക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവിഷൻ അടിക്കാനും ഈ ഒരു സമയം അനുയോജ്യമാണ്. ഇനി രണ്ടാമത്തെ ഫേസ്, ഞാൻ ഓരോ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്താ കാണിക്കുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുമ്പോൾ രാവിലെ 9:30 മുതൽ 12:30 വരെയുള്ള ടൈം. ഈ ടൈം നിങ്ങൾ കോർ സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. കോർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഭരണഘടനയാവാം, ഭൂമിശാസ്ത്രമാകാം, ചരിത്രമാകാം. ഇങ്ങനെയുള്ള വലിയ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ. മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കുക. അതിനുവേണ്ടി സമയം കണ്ടെത്താം. അല്ലെങ്കിൽ ഒന്ന് പ്രകൃതിയിലോട്ടൊക്കെ വെളിയിലോട്ടൊന്ന് ഇറങ്ങി ഒന്ന് നടക്കുക, പഠിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നടക്കുക. അപ്പൊ ഓരോ മണിക്കൂർ കൂടുമ്പോഴും 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. അടുത്ത ഫേസ് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഉറക്കം വരാതിരിക്കാൻ ആ സമയത്ത് മാത്സ് ചെയ്ത് പഠിക്കുക, മെന്റൽ എബിലിറ്റി ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യാം, മലയാളം ചെയ്യാം. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമുള്ള മടി മാറ്റാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത് കണക്കുകൾ ചെയ്യുക എന്നതാണ്. കൂടെ ഇംഗ്ലീഷ്, മലയാളം ഈ സമയത്ത് ഉൾപ്പെടുത്താവുന്നതാണ്.
അപ്പൊ 3 ഫേസ് കിട്ടിയല്ലോ. ഇനി 4ാമത്തെ ഫേസ് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു 2 മണിക്കൂർ സമയം പഴയ ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ നിലവാരം എന്താണ്, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ സ്വയം വിലയിരുത്താൻ വേണ്ടി പഴയ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ, പരീക്ഷയായിട്ട് എഴുതി നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇനി റാങ്ക് ഹോൾഡേഴ്സിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് റിവിഷൻ ആണ്. റിവിഷൻ, എക്സാം. ഇപ്പൊ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു കാര്യം പഠിച്ചിട്ട് അതവിടെ കളഞ്ഞിട്ട് പോകത്തില്ല, പ്രോപ്പറായിട്ട് റിവിഷൻ അടിക്കും. ശനിയും ഞായറും പ്രോപ്പറായി റിവിഷൻ അടിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ശനിയാഴ്ചകളിൽ ആ ആഴ്ച പഠിച്ചവ വീണ്ടും നോക്കുക, റിവിഷൻ അടിക്കുക. ഞായറാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക, നിർബന്ധമായിട്ടും ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയായിട്ട് എഴുതാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതി 1 മാസം നിങ്ങളൊന്ന് പിന്തുടർന്നു നോക്കൂ, മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. കൂടാതെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ ഒരു രീതികളുമായി ബന്ധപ്പെട്ട് ഈ ഒരു രീതി തന്നെ വെച്ചിട്ട് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയായതുകൊണ്ട് ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ LDC 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു രീതി തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. ശനിയും ഞായറും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ പഠിക്കാൻ തരത്തില്ല. ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ശനിയും ഞായറും പ്രോപ്പറായിട്ട് റിവിഷൻ അടിക്കാൻ ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് പരീക്ഷയിട്ട് തരുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ കൃത്യമായ പ്ലാനുകൾക്കും ടോപ്പിക് വൈസ് ക്ലാസ്സുകൾക്കും കറണ്ട് അഫയേഴ്സിനും അതുപോലെ പഴയ SCRTക്കും പുതിയ SCRTക്കും വേണ്ടിയിട്ട് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇപ്പൊ ഐഫോണിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പൊ ഒന്നിനും ഒരു പ്ലാൻ ഇല്ലാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തിന്റെയൊക്കെ പ്ലാൻ ആണ് വേണ്ടത്, എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് വേണോ, എന്നോട് ചോദിക്കൂ. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അങ്ങോട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ PDF വേണമെന്നുണ്ടെങ്കിൽ S എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യൂ. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ജയിക്കാം. ഓക്കെ, അപ്പോ ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.